തൊഴിലിടങ്ങളിൽ നിന്നും സിനിമാ സംഗീത രംഗങ്ങളിലും നിന്നും പ്രമുഖരിൽ നിന്ന് തനിക്കുണ്ടായ കടുത്ത ചൂഷണ ശ്രമങ്ങളും ദുരനുഭവങ്ങളും വെളിപ്പെടുത്തി അവതാരക രഞ്ജിനി ഹരിദാസ്. കിടക്ക പങ്കിടാൻ പ്രശസ്ത സംഗീതജ്ഞൻ ക്ഷണിച്ചുവെന്നും ഒരു പ്രശസ്ത നടൻ മോശം ചിത്രങ്ങൾ അയച്ച് ചൂഷണത്തിന് ശ്രമിച്ചുവെന്നും രഞ്ജിനി തുറന്നു പറഞ്ഞു. RH ഫാക്ടർ എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് പരസ്യ ചിത്രീകരണങ്ങളുടെയും വിദേശ ഷോകളുടെയും മറവിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ രഞ്ജിനി ഹരിദാസ് പങ്കുവച്ചത്. രഞ്ജിനി ഹരിദാസ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ആങ്കർ എന്ന നിലയിൽ വളരെ പ്രശസ്തിയാണ്. കാരണം ആങ്കർ നമ്പർ 1 എന്ന് വിശേഷിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല. കാരണം അത്രയ്ക്ക് നല്ല വ്യക്തമായിട്ടുള്ള ആങ്കറിങ് തന്നെയായിരുന്നു. എന്തൊക്കെ ആങ്കറിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഐഡിയ സ്റ്റാർ സിംഗറെ ആങ്കർ അതൊരു രഞ്ജിനി ഹരിദാസ് അല്ലാതെ മറ്റൊരു ആങ്കറെ സങ്കല്പിക്കാനാവും നമുക്ക് പറ്റത്തില്ല. കാര്യം പറഞ്ഞാൽ ഒരുപാട് രീതികൾക്കുള്ള വിമർശനങ്ങൾക്കും രഞ്ജിനി ഹരിദാസ് ഇരയായിട്ടുണ്ട്. അതിലൊന്നാമതാണ് ഈ പട്ടികൾക്ക് വേണ്ടി ഇത് ചെയ്തു എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് വിവാദങ്ങളായിട്ട് പുള്ളിക്കാരത്തേക്കും ഹേറ്റേഴ്സൊക്കെ ഉണ്ട്. ഈ അടുത്തായിട്ട് റീസെൻ്റായിട്ടുള്ള പുള്ളിക്കാരിയുടെ തുറന്നു പറച്ചൽ അത് സോഷ്യൽ മീഡിയയിൽ പിടിച്ച് കുളിച്ചിരിക്കുകയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കുണ്ടായ ജോലിക്കിടയിലുള്ള തനിക്കുണ്ടായ മോശമായ അനുഭവങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നു എന്നുള്ളത് രഞ്ജിനി ഹരിദാസ് പറഞ്ഞു വെക്കുന്നതെന്നും നമുക്ക് അത് കണ്ടിട്ട് ആ വീഡിയോ ഭാഗം കണ്ടിട്ട് നമുക്ക് ബാക്കി കേൾക്കാം. ഒരു ആക്ടർ എൻ്റെ വളരെ നല്ല ഫ്രണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഐ വാസ് വെരി അൺകംഫർട്ടബിൾ ബിക്കോസ് എൻ്റെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയാം. ഞാൻ പൊതുവേ അങ്ങനെ ആക്സസിബിളേ അല്ലാത്ത ആളാണ്. അങ്ങനെ വൺസ് ആൻ ആക്ടർ സെൻറ്റ് മീ എ ഷർട്ട്ലെസ് ഫോട്ടോ and I was like, എന്നിട്ട് he's asking me തിരിച്ചൊരു ഫോട്ടോ അയക്കാൻ. I said why, what is wrong with you, not interested. അങ്ങനെ ഒരാൾ once another music famous person I'm not saying who asked me if I was willing to എന്താ പറയുക sleep with him and I was like not interested. അപ്പോൾ his standard dialogue is I will knock on every door. ഞാൻ മുട്ടുന്ന എല്ലാ വാതിലും മുട്ടും, തുറക്കുന്ന വാതിൽ തുറന്നാൽ കുഴപ്പമില്ല, ഓക്കെ ആണ്, നോ പ്രോബ്ലം. ഹരിദാസ് പറഞ്ഞു വയ്ക്കുന്നത് അതായത് തൻ്റെ ഒരു നടൻ ഒരു ഫോട്ടോ അയച്ചു, ഷർട്ടിടാതെ ഫോട്ടോ അയച്ചു, അത് തിരിച്ചതുപോലെ തന്നെ ഷർട്ടിടാതെ ഡ്രസ്സിടാതെ ഫോട്ടോ തിരിച്ചയക്കാൻ പറഞ്ഞു. എന്താണെന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടില്ല. ഇത്ര രീതിയിലും ഇത്ര രീതിയിലൊരു അതിനൊരു സൊസൈറ്റിയുടെ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ധാരാളം ഒരു രീതികളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റൊരു വിജയ് സിനിമയ്ക്കകത്ത് പറഞ്ഞു നമ്മൾ ഷാജഹാനാണെന്ന് തോന്നും. നമ്മളൊരു പെണ്ണ് നമ്മളോട് അടുത്തിടപഴകിയാലും ഒന്ന് ചിരിച്ചാലൊക്കെ നമ്മളോട് തോന്നുന്ന അട്രാക്ഷൻ കൊണ്ടാണെന്നുള്ളത് അത് വളരെ തെറ്റിദ്ധാരണയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പൊതുവെ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ആടിക്കൊഴിഞ്ഞ് രഞ്ജിനി ഹരിദാസിൻ്റെ സംസാരത്തിൽ പുള്ളിക്കാരത്തി ഇളകി കോരി കിടന്ന് ചിലപ്പോൾ ഇങ്ങനെ കിടന്ന് സംസാരിക്കണം കഴിയുമ്പോൾ ചിലരുടെ മൈൻഡിലൊക്കെ അങ്ങനെയാണ്. അത് അവളെല്ലാവർക്കും വളയും, അവളൊരു പോക്ക് കേസ്, ആ ഒരു മൈൻഡിലാണ് എല്ലാവരും കാണുന്നത്. അത് തന്നെയായിരിക്കാം ഇദ്ദേഹം ഈ ഷർട്ട് അയച്ചിട്ട് നടനും കാണുന്നത്. കണ്ടുകൂടെയൊക്കെ വരും, താൻ ഇത്ര പ്രശസ്തനാണല്ലോ എന്ന അയാളുടെ രീതിയിലും ഉണ്ടാകും. പിന്നെയാണ് സംഗീത സംവിധായകൻ അത് ഓപ്പണായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു മനോഭാവം വെച്ചിട്ടായിരിക്കാം. പിന്നെ ഇവരുടെ ഒരു വീഡിയോ ലീക്കായാറും അതും ഇപ്പോഴും ചില സൈറ്റുകളുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ കറങ്ങി നടക്കുന്ന സൈറ്റിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അത് രഞ്ജിനി എല്ലാന്ന് ചില ഇൻ്റർവ്യൂവിലും മാസിക ഇൻ്റർവ്യൂവിലും കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ അവിവാഹിതയായിട്ട് തുടരുകയാണ്. എന്നിരുന്നാൽ പോലും ഈ കാണിച്ച ആളുകളുടെയൊക്കെ മനോഭാവം നമ്മളത് മാറ്റേണ്ട ഒരു മനോഭാവമാണ്. എല്ലാവരും അങ്ങനെ വേണ്ടി ഒരു പ്രശസ്തനായ കഴിഞ്ഞ് കഴിഞ്ഞാൽ തനിക്ക് എല്ലാവരും കീഴടങ്ങും, ആ ഒരു മൈൻഡ് ഭാവമാണ് ചില രഞ്ജിനി ഹരിദാസിനോട് അവരിങ്ങനെ ചോദിക്കാൻ കാരണം. പക്ഷെ എന്നിരുന്നാൽ പോലും നല്ല ചുട്ട മറുപടി കൊടുക്കുകയും ചെയ്തു. നോ പറയേണ്ടടുത്ത് നോ പറയണം. അത് തന്നെ നമ്മൾ എന്താ കാര്യമുണ്ടെങ്കിൽ നോ പറയേണ്ടടുത്ത് നോ പറയണം. അത് തന്നെയാണ് രഞ്ജിനി ഹരിദാസ് ചെയ്യുന്നത്. നല്ല ഓപ്പണായിട്ടും കൂളായിട്ടും ഒന്ന് പുള്ളിക്കാരത്തി ഉണ്ടെന്നാണെങ്കിലും ഇല്ലെന്നാണെങ്കിലും നോ എന്ന് തന്നെ പറയും. അത് രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു അപ്രിഷ്യേറ്റ് ചെയ്ത കാര്യമാണ്. പിന്നെയാണ് നമ്മൾ ഈ ഇടയ്ക്കെങ്ങാണ്ട് ഏതൊരു സിനിമയുടെ ടൊവിനോ തോമസിൻ്റെ ഒരു പടത്തിൻ്റെ അന്ന് ഒരു പെൺകുട്ടിയെ കാണാനില്ല. അപ്പോൾ പറഞ്ഞു വേറൊരുത്തും പറഞ്ഞു എന്തോ ഏതെങ്കിലും ഒരുത്തിൻ്റെ കൂടെ പോയി. അപ്പം സ്പോട്ടി പറഞ്ഞ് ചാടി പറഞ്ഞു എൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ പറയൂടാന്ന് ചോദിച്ചു. അപ്പോൾ അത്രയ്ക്ക് നല്ല തൻ്റെ ഇടമുള്ള രീതിയാണ്. അപ്പോൾ ആ തൻ്റെ ഇടം തന്നെയാണ് ഇവിടെയും വളർത്തിയത്. എനിക്ക് പറ്റില്ല നോ എന്ന് പറയും. മുട്ടാനുള്ള വാതിൽ തുറക്കപ്പെടുന്ന ഏതൊരുത്തും പറഞ്ഞു കേട്ടോ. അത് സംഗീത സംവിധായകനാണ് പറഞ്ഞു പുള്ളിക്കാരത്തി മുട്ടിക്കോ, എൻ്റെ വാതിൽ മുട്ടാൻ പറ്റില്ല, ഞാൻ തുറക്കില്ല എന്നൊക്കെ പുള്ളിക്കാരി ഓപ്പണായിട്ടങ്ങ് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇത് ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജിനി ഹരിദാസ് ആയതുകൊണ്ട് പ്രതികരിച്ചത്. അപ്പോൾ പലർക്കും രഞ്ജിനി ഹരിദാസിനോട് വെറുപ്പൊക്കെ ഉണ്ടായിരിക്കാം. ചില കാണുമ്പോൾ എനിക്കും ചെറുപ്പത്തിലൊക്കെ ചില രീതികളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാതെ വരും.
പക്ഷെ എന്ന് വെച്ചാൽ രഞ്ജിനി ഹരിദാസ് ഒരു മോശം സ്ത്രീയാണ് എന്നൊരു അർത്ഥമില്ല. കാരണം അത് ഓപ്പണായിട്ട് വർത്താനം ചില ആങ്കറിങ് ഒക്കെയാണ് ചിലർക്ക് അത് ഹേറ്റേഴ്സ് കാണും, അറിയാലോ. ആ ചില ഹേറ്റേഴ്സൊക്കെ പുള്ളിക്കാരിയാണ് ചില വെറുപ്പിക്കലൊക്കെ നമുക്ക് തോന്നായിരുന്നെങ്കിൽ പോലും ഒരു സ്ത്രീയോടൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് വളരെ മോശമാണ്. അവർ രീതിക്കൊന്ന് ചിന്തിച്ചു പോകും. ഒരു പ്രൊഫഷണൽ വിട്ടുകൊണ്ടാണ് പല രീതികൾക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. കാസ്റ്റിംഗ് വെച്ച് അത് സിനിമയിൽ മാത്രമല്ല, ഇതുപോലെ സ്റ്റേജ് പ്രോഗ്രാമുകളിലും പലയിടത്തും നടക്കുന്നുണ്ട്. ചില സംഘാടകർ അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട്. മറ്റൊരു സിനിമയ്ക്കകത്ത് സംഘാടകരുടെ കാര്യവും പറയുന്നുണ്ട്. അതിനകത്ത് അവരുടെ ഈ ചാനലിൽ പറയുന്നുണ്ട്. അത് മറ്റേ തേന്മാവിൻ കൊമ്പത്ത് സിനിമ ഉണ്ടാകുന്നല്ലോ, അതിനകത്ത് ശോഭനേനെ അവരവിടെ ഒരു സങ്കടം പറഞ്ഞു, നിന്നെ പോലെ കൊച്ചുങ്ങൾക്ക് വീഴാൻ വേണ്ടിയാണ് ആ ഒരു മനോഭാവം വെച്ച് അതേ സംഘാടകനെ പോലെ കുറേ എണ്ണങ്ങളും ഉണ്ട്. എന്നിരുന്നാൽ പോലും അത് തുറന്നു പറച്ചൽ നല്ല രീതിയിൽ നടത്തിയത് ഒരു നന്നായി. പക്ഷേ എന്നാൽ പോലും പല ബോൾഡായിട്ട് അവർ പ്രതികരിച്ചു. അപ്പോൾ പലരും പല അഭിപ്രായങ്ങളൊക്കെ ഫേസ്ബുക്കിൽ കണ്ടു. ഇവർ മോശക്കാരൻ, ഏത് ദാരിദ്ര്യമുള്ളവൻ, അങ്ങനെയൊന്നുമില്ല. ഈ ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് കളിയാക്കല്ലേ. കൊച്ചു കുട്ടികളെ പോലും പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ലൈംഗികമായി പീഡിപ്പിക്കുന്ന കാര്യങ്ങൾ കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അത്ര ഉള്ളൊരു അപ്പോൾ പറയുമ്പോൾ തന്നെ ഒരു എന്തോ വിഷം പോലെ. അതുപോലെയൊക്കെ തന്നെയുള്ള ആൾക്കാർ നിങ്ങളൊക്കെ പറഞ്ഞ എന്തെങ്കിലും ബോഡി ഷേമിങ്ങോ അർപ്പമൊക്കെ കാണുന്നവരായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ കമൻ്റ് ഇടുന്നവന്മാരുടെ മനോഭാവം ഒന്ന് ആലോചിച്ച് നോക്കി. കമൻ്റ് ഇടുന്നവരുടെ മനോഭാവം അപ്പോൾ അതൊക്കെ അതൊന്നും അത്ര ശരിയല്ല, കാര്യമില്ല. ഇവരെന്തെങ്കിലും ഇത്ര തൻ്റെ അടുത്തോട് ബോൾഡായിട്ട് പിടിച്ചു വയ്ക്കുന്നില്ലേ. ചിലരുടെ മനോഭാവമാണ് അല്ല ഇവരുടെ ചില കമൻസൊക്കെ ഫേസ്ബുക്കിൽ ഉണ്ട്. ആരാണ് ഈ ദാരിദ്ര്യം പോസ്റ്റുകളും കണ്ട് ഇത്ര ദാരിദ്ര്യം പിടിച്ചത്. ഒരു ദാരിദ്ര്യത്തിനൊന്നും ഇതില്ല. അങ്ങനെയുള്ള ഇച്ചിരി കൊച്ചു കുഞ്ഞുങ്ങളുടെ മേലെ പീഡിപ്പിക്കുന്ന കാണാൻ പാടില്ലേ. അതൊരു സമൂഹമാണ്. ഒരു ലൈംഗിക ദാരിദ്ര്യം ഉണ്ട്, അത് ലൈംഗിക ദാരിദ്ര്യം തന്നെയാണ്. ധാരാളം വഴികളുണ്ട് ദാരിദ്ര്യം തീർക്കാനുള്ള വഴികളുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ പെൺകുട്ടികളുടെ മേലത്തേക്ക് എല്ലാം സെക്സിനുള്ള ഉപകരണമാണ് ആ രീതിയിലുള്ള കാണുന്ന ആളുകളുടെ മനോഭാവമാണ്. അവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഇനിയുള്ള പെൺകുട്ടികൾ ഇത് പേടിച്ച് പറയാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ നമ്മളത് മാറ്റണം. നോ പറയേണ്ടടുത്ത് നോ പറയണം. രഞ്ജിനി ഹരിദാസിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഓപ്പണായിട്ട് തന്നെ പുള്ളിക്കാരി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ചില വീഡിയോകളിൽ നിന്ന് മനസ്സിലാവും. പിന്നെ ഇത്ര സ്റ്റേജ് കറങ്ങണമെന്നും ഇത്ര സ്റ്റേജ് ഷോയിൽ കൂടെ അവർക്ക് ഇന്ന പരിപാടിയൊക്കെ ഉണ്ടെന്ന് ചില ചുമ്മാ ഇരുന്ന് ഈ ഒരു ആൾക്കാർ തട്ടി വിടുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ച് പറയരുത്. എന്നിരുന്നാൽ പോലും ഇവർ തുറന്നു പറച്ചിലൊക്കെ നല്ലതാണ്. അത് അത്യാവശ്യം എല്ലാവർക്കും പ്രയോജനമാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഒന്ന് ഇന്ന സമയത്ത് വെക്കാതെ സ്പോട്ടിൽ പറയുക. നോ പറയേണ്ടടുത്ത് നോ പറയുക. നമ്മളുടെ ശരീരം എന്നുള്ള നമ്മുടെ സ്വകാര്യത തന്നെയാണ്. അതിനെ നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അതിൻ്റെ മറ്റൊരുത്തൻ്റെ സമ്മതമില്ലാതെ കൈ കയറുന്നത്, ആണായാലും പെണ്ണായാലും, അത് തെറ്റായ കാര്യം തന്നെയാണ്. അപ്പോൾ രഞ്ജിനി ഹരിദാസ് വെച്ചാൽ ശരിയാണ്. ഇനി ആരാണ് സംഗീത സംവിധായകൻ, ആരാണ് നടൻ എന്നുള്ളത് അതിൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഇനിയിപ്പോൾ തുറന്ന് ഉണ്ടാവുന്നതെന്നുള്ളത് നമുക്കത് കാത്തിരുന്ന് കാണാം.